കേവലം ഒരു സിനിമാ നടൻ, അവനക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രയധികം ആളുകളെ കൂട്ടാൻ? വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് കണ്ടു നോക്കിയ ജനാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലെ ജനങ്ങളാണത്. ഇതുവരെ അധികാരത്തിലെത്താത്തൊരു പാർട്ടി. കണ്ടില്ലേ എന്താ ജനങ്ങൾ, എങ്ങനെ സാധിക്കും? നമ്മുടെ മലയാളത്തിലും ഉണ്ടല്ലോ കുറേ സിനിമാ നടന്മാർ. ഇവരാരെങ്കിലും ഇപ്പോൾ അതേ ഒരുത്ത രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ 6-ാം തമ്പുരാൻ കളിക്കുകയാണ്, കോഴി രായാവ് കളിക്കുകയാണ്. തൃശ്ശൂർ ആകെ മലയാളികളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിലൊരു രായാവ് വന്നിട്ട്, അയാൾ സൂപ്പർ സ്റ്റാർ, ഒന്നിനും കൊള്ളാത്തൊരു സൂപ്പർ സ്റ്റാർ. എന്താ ചങ്ങാതിയൊക്കെ തൃശ്ശൂർ കിടന്ന് കാണിച്ചു കൂട്ടുന്നില്ല. കോഴി തമ്പുരാൻ ഓന് വലിയ ഒരു എന്താ പറഞ്ഞത് എടി എന്താടി ഓൻ പറഞ്ഞത് മറന്നോ? ഉന്നത കുലജാതൻ. ഓന് ഉന്നത കുലജാതനായിട്ട് വേണത്ര എനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കാൻ. അങ്ങനത്തെ ഒരു കോഴി തമ്പുരാൻ നമുക്കുണ്ട്. തമിഴ്നാട്ടിലെ കണ്ട് പഠിക്കട ചങ്ങായിമാർ. ഇപ്പം നമ്മുടെ പ്രകാശ് രാജ് കണ്ടല്ലേ, ഫലസ്തീനു വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ നരഹത്യക്കെതിരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്ന ഇസ്രായേലിനെതിരെ വളരെ അന്തസ്സോടുകൂടി നിലപാടെടുക്കുന്ന ഒരുപാട് നടന്മാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മലയാളത്തിലുണ്ട് കുറേ ഉണ്ണാക്കന്മാർ, വെറുതെ ചുമ്മാ സമൂഹത്തിന് ഒരു ഉപകാരം ഇല്ലാത്ത കുറേ എണ്ണം. பிரச்சாரம் வேணாம், மீட்டிங் வேணாம், என் தலைவன் முகம் மட்டும் போதும். உனக்கு தான் பிராண்டிங்கை பத்தி தெரியுமே. எங்க தலைவன் முகம் எங்க பிராண்ட். பாஷா பாரு